ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഒരു 2.5 കിലോ വെയിറ്റ് വരുന്ന ഒരു കിഡിലൻ ഫോട്ടോ പ്രിൻറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന വീഡിയോ പോലെയല്ല, ഒരു ഇത്തിരി ലെങ്തിയാണ്. പിന്നെ റെസിപ്പീസിന് മാത്രം ഫോക്കസ് ചെയ്യാണ്ട് കുറേ ടിപ്സും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഒരു ഇത്തിരി ബിഹൈൻഡ് ദ സീനൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. സമയം ഒരു 6:40 ആയപ്പോഴേക്കും ഞാനിവിടെ കേക്ക് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കേക്ക് ടിന്നൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നും 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നും എടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഫ്ലോർ അരിച്ചെടുക്കണം. അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് വാനില സ്പഞ്ചും വേണം, അതുപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചും വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 മുട്ട വെച്ചിട്ട് വാനില സ്പഞ്ചും ബാക്കി 8 മുട്ട വെച്ചിട്ട് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചുമാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഒരു 1.25 കപ്പ് അളവിൽ മൈദയും ബാക്കി ഭാഗത്തേക്ക് കൊക്കോ പൗഡറും കൂടി ഫില്ല് ചെയ്തിട്ട് ആദ്യം ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഏത് കേക്ക് ചെയ്യുവാണെങ്കിലും ഇപ്പം ഞാൻ ചെയ്ത പോലെ ആദ്യം കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഫ്ലോറൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന പണി പെട്ടെന്ന് തന്നെ കഴിയും. അത്ര ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല. അപ്പോൾ ഈ ഫ്ലോറിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും 1.5 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പോയിട്ട് അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫ്ലോറ് ഞാനിവിടെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും, അതായത് കൊക്കോ പൗഡറും മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം ഒരേപോലെ മിക്സ് ആവണം, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഒട്ടും തന്നെ ശരിയായിട്ട് വരില്ല. ഇതേപോലെ തന്നെ വാനില കേക്കിൻ്റെ സ്പഞ്ചും ഞാനൊന്ന് അരിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അത് 1/2 കപ്പിലാണ് മൈദ എടുത്തിട്ടുള്ളത്. 2 മുട്ട വെച്ചിട്ടാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു 8 മുട്ട നമുക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മുടെ ബൗള് നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം എന്നൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ്, ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന വീഡിയോസൊന്നും നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മുടെ വീഡിയോസ് ഡെയിലി കാണുന്നവർക്ക് അത് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇനി നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ 2 ടൈപ്പ് വാനില എസൻസ് നമുക്ക് കിട്ടും. ഏതാണെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് വലിയ ബോട്ടിലായിട്ടാണ് ഇപ്പോൾ മേടിച്ച് വെക്കാറ്. ഇതുപോലെ ചെറുതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏതാണെങ്കിലും കുഴപ്പമില്ല. മുട്ടയും പഞ്ചസാരയും എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ച ഫ്ലോറ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. കേക്ക് ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ല, സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുഴപ്പമില്ല. ബട്ടർ പേപ്പർ വെക്കാണ്ടും നമ്മൾ ബേക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 കേക്ക് ടിന്നിലേക്കും നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിന് സൈഡിൽ എന്തെങ്കിലും ബാറ്ററൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ടൈമർ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ടൈം മറന്നു പോകും. എന്നിട്ട് 2-3 തവണയൊക്കെ എൻ്റെ കേക്ക് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിതുപോലെ ടൈമർ വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഈ ചെറിയ കേക്കിന് 20 മിനിറ്റും അതേപോലെ തന്നെ ആ വലിയ കേക്ക് 35 മിനിറ്റുമാണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് ടൈം. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചാൽ പിന്നെ അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ക്ലീനിങ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുമ്പം ആ ബേക്കിങ്ങിനായിട്ട് യൂസ് ചെയ്ത് നമ്മുടെ കേക്ക് ബാറ്റർ ചെയ്യാനായിട്ട് യൂസ് ചെയ്ത പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി എളുപ്പമായിരിക്കും. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ പാത്രം കഴുകുക എന്ന് പറയുന്നത് വലിയൊരു തലവേദനയാണ് അല്ലേ. എത്രയോ പാത്രങ്ങൾ നമുക്ക് കഴുകിയെടുക്കാനുണ്ടാകും. അതും ഈ കേക്ക് ബാറ്ററും അതുപോലെ തന്നെ ക്രീമൊക്കെ ആയാൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എനിക്കങ്ങനെയാണ് തോന്നാറ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ആ പാത്രം ക്ലീൻ ചെയ്യും. പിന്നീട് നമ്മൾ ഐസിങ് ചെയ്യുമ്പം വീണ്ടും ഇതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് പാത്രങ്ങൾ കൂടുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്തിരി നമുക്ക് പാത്രങ്ങളുടെ ഭാരം ഒന്ന് കുറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ബേക്കിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് സമയം കണ്ടെത്തേണ്ടത് ഡെക്കറേഷനാണ്. അപ്പോൾ നമുക്ക് അത്രയും സമയം ലാഭമാണ്. ആ ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയും കഴിയും. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു സിലിക്കൺ മോൾഡ് എടുത്തിട്ടുണ്ട്. പല ഷേപ്പും ഉണ്ട്. ഇതിലേക്ക് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബ്ലൂ കളറൊന്ന് മിക്സ് ചെയ്തിട്ട്
നമുക്ക് ഓരോ ഷേപ്പിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കസ്റ്റമർ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു കേക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലൂ കളർ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ഇത് കൂളായതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2-3 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. ഇത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ദേ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ബ്രദർ ക്രംസ് കേഫിൽ നിന്ന് ഒരു ചിക്കൻ ക്ലബ്ബ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കഴിക്കാം ഡിന്നറായിട്ടെന്ന്. അപ്പോൾ ഞാൻ അത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡിന്നറും നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് ഇരിക്കുകയൊന്നുമില്ല ഫുഡ് കഴിക്കാനായിട്ട്. ഇതേപോലെ എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തിരി ചൂട് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മുടെ കേക്കെല്ലാം ഇവിടെ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ടയർ കേക്ക് ചെയ്യുമ്പം കേക്ക് എല്ലാ സ്ഥലത്തും ഈവനായിട്ട് ഒരേ ഹൈറ്റ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി അധികം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈവൻ അല്ലാത്ത ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് നമ്മൾ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ മുമ്പ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവുന്നുണ്ടാകും. നമ്മുടെ ചെറി സിറപ്പിലേക്ക് ഒരല്പം കോഫി പൗഡർ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ഒരു കളർ, ഒരു ചായൻ്റെ കളറായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പം കേക്കിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് കൂളായതിന് ശേഷം ഞാൻ കുപ്പിയിലോട്ട് മാറ്റി വെക്കുകയാണ്. ശേഷം നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ക്രീമും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രീം ഞാനിവിടെ ഫിയോണ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബോട്ടിൽ മുഴുവനായിട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീമെല്ലാം പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ 3 വലിയ പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അത് 3ലേക്കും ഞാൻ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഐസിങ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ കേക്കും ചെയ്യുന്ന പോലെ തന്നെ ഓരോ ലെയറും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുമ്പം ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ വെറ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതെ നിൽക്കും. അപ്പോൾ ഈ ഒരു കേക്ക് ബോർഡ് 3 kgൻ്റെ കേക്ക് ബോർഡാണ്. അപ്പോൾ എനിക്ക് കമൻറ്റ് വരാറുണ്ട് എത്ര ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് മേടിക്കാമെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ എത്ര കിലോൻ്റെ കേക്ക് ബോർഡാണോ എത്ര കിലോൻ്റെ കേക്കാണോ ഉണ്ടാക്കുന്നത് അത് പറഞ്ഞിട്ടാണ് ഞാൻ കടയിൽ നിന്ന് മേടിക്കാറ്. ഞാൻ പറയും 1 kgയുടെ ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള കേക്ക് ബേസ് വേണമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ നമുക്ക് തരും. അപ്പോൾ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക, ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഇടയിൽ ഞാൻ ലെയറായിട്ട് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു എക്സ്ട്രാ ടേസ്റ്റിനായിട്ടാണ്. ഇങ്ങനെ ചെയ്യണമെന്നുമില്ല. ഇനി നമുക്ക് കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് വരാം. ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഇതേപോലെ നമുക്ക് ആ ചെറിയ കേക്കും അങ്ങ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ 2 ടയർ കേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങളിലൊന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത് വെക്കുന്ന കേക്കില്ലേ ചെറിയ കേക്ക്, അതിൻ്റെ ബേസ് നമ്മൾ ഓവറായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മളതിങ്ങ് ലിഫ്റ്റ് ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോരും. അപ്പോൾ അത്യാവശ്യത്തിന് വളരെ കുറച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വലിയ കേക്ക് എടുക്കാം. അതിലേക്ക് നമുക്ക് ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കേക്ക് മുഴുവനായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കാം. നല്ല തിക്കായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ചെയ്യുന്നത്, അവർക്ക് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സദ്യ കേക്ക് കണ്ടവർക്ക് മനസ്സിലാകുന്നുണ്ടാകും. ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഒരു ബ്ലൂ കളർ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ലൊരു ഡിസൈനായിട്ട് കിട്ടും. ഇനി കുറച്ചും കൂടി ഡാർക്ക് കളറായിട്ട് ബ്ലൂ കളർ എടുത്തതിന് ശേഷം ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഈ കേക്ക് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ എടുക്കുന്നില്ല. പിന്നീട് രാവിലെയാണ് നമ്മളിത് ഐസിങ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ടയർ കേക്ക് ചെയ്യുമ്പോൾ മിനിമം നമ്മളൊരു 5-6 മണിക്കൂറെങ്കിലും നമ്മൾ ഈ കേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഇടിഞ്ഞു വീഴുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്രയും നേരം കേക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കുട്ടി കേക്ക് എടുക്കാം. എന്നിട്ട് അതും ഈ വലിയ കേക്ക് ചെയ്ത പോലെ തന്നെ ക്രീം വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് ആണ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇനി രാവിലെ ബാക്കിയുള്ള ഡെക്കറേഷനും പരിപാടികളൊക്കെ നോക്കിയാൽ മതി. ഇനി അവസാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഫോണ്ടൻറ്റ് വർക്കാണ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ക്ലീനിങ് പരിപാടിയിലോട്ട് പോകാം.
അപ്പോൾ ഇതാ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടെഡ്ഡി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതാ ഞാൻ CMC പൗഡർ ആട്ടോ ഇവിടെ ഇങ്ങനെ വിതറിയിട്ടുള്ളത്. അത് നമ്മുടെ ഈ ഫോണ്ടൻ്റ് ഇത്തിരി ഹാർഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോറിലോ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഇത് ടെഡ്ഡിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. അതിന് കാല്, കൈ, തല, അതുപോലെ തന്നെ ചെവി, അതേപോലെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ചെയ്ത ടെഡ്ഡി എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല, ബട്ട് എന്നാലും കുഴപ്പമില്ല, നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഫോണ്ടൻ്റ് ടൂളും കാര്യങ്ങളൊക്കെ മേടിച്ചതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അത് വാങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം ടെഡിൻ്റെ എല്ലാ പാർട്സും റെഡിയാക്കി വെക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒട്ടിക്കാനായിട്ട് നിങ്ങൾക്ക് വെള്ളം യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് CMC പൗഡർ ഒരല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലൂ പോലെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിബിൾ ഗ്ലൂ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ടെഡിൻ്റെ തല, അതുപോലെ തന്നെ ബോഡി, കാല് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കൈയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചെവിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ നമുക്കങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ടെഡ്ഡി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യരുത്, ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇതേ സമയം 11:25 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻ നാളെ ചെയ്യാം. അപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഒരു 7:30ക്കാണ് ഞാനിത് ബാക്കിയുള്ള ഐസിങ്ങിനായിട്ട് ഡെക്കറേഷനായിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ആസ് യൂഷ്വൽ നമ്മുടെ 2 ടയർ കേക്കിന് ചെയ്യുന്ന പോലെ ഒരു സ്റ്റിക്ക് നമുക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴെ ഞാൻ ഒരു 6 സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് നമ്മുടെ ചെറിയ കേക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ 2 ടയർ കേക്ക് ചെയ്യുമ്പം ആദ്യം ചെയ്യേണ്ടത് ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതിന് ബേസ് ഒന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതേപോലെ അങ്ങ് ലിഫ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഒന്ന് ഫ്രീ ആയിട്ട് അങ്ങ് ചെയ്താൽ മതി. നമ്മളിങ്ങനെ ടെൻഷനായിട്ട് ചെയ്യുമ്പോഴാണ് കേക്ക് ചെരിഞ്ഞു പോകുന്നതും ലെവലല്ലാതെ വരുന്നതൊക്കെ. ഇതേപോലെ ഫ്രീ ആയിട്ട് അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് സൈഡിലൊക്കെ ചെറുതായിട്ട് ക്രീമൊക്കെ അങ്ങ് പോകും, പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത് ഒന്നും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്തപ്പം ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് ക്രീം പോയിട്ടുണ്ട്, പക്ഷേ ഞാനത് അപ്പം ലെവൽ ചെയ്ത് കൊടുത്തിട്ടില്ല. ഞാനൊരു നോസിൽ വെച്ചിട്ട് അവിടെ ഒരു ബോർഡർ വരയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം അത് കാണാതെ പോവും. അപ്പോൾ ആ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കണം. എന്തെങ്കിലും ലെവലാവാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. പതിയെ അങ്ങനെ ചെയ്തെടുത്താൽ മതി. 2 ടയർ കേക്ക് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഫ്രിഡ്ജിൽ ഒരു 5-6 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കേക്കൊക്കെ വെക്കുമ്പോഴേക്കും അതുപോലെ സൈഡൊക്കെ അങ്ങ് ചെരിഞ്ഞ് താഴ്ന്നു പോകാനൊക്കെ ഇടിഞ്ഞ് വീഴാനൊക്കെ സാധ്യതയുണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഒരു വലിയ സ്റ്റിക്ക് ഇതിന് സെൻറ്ററിലായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. 2 കേക്കിനെയും കൂടി ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ചും കൂടി കൂടുതൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മുടെ ഈ കേക്കിൻ്റെ മെയിൻ ഐറ്റം ആയ നമ്മുടെ ഫോട്ടോ പ്രിൻറ്റിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ പ്രിൻറ്റ് ചെയ്തെടുക്കാൻ 300 രൂപയാണ്. അത് ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് മാറ്റം വരും. അപ്പോൾ ഇത് നമുക്കിനി കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ കുറേ വീഡിയോസ് റെഫർ ചെയ്തിട്ടും അതുപോലെ തന്നെ ഉമ്മീസ് കിച്ചൺ എന്ന് പറഞ്ഞ ചാനലിൽ അയിത്താനെ വിളിച്ചിട്ട് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്.
അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം നല്ല പേടിയുണ്ടായിരുന്നു ഇത് പൊട്ടിപ്പോരുമോ എന്നൊക്കെ. ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കെയർഫുള്ളായിട്ട് ചെയ്യണം എന്നൊക്കെ. പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റെയിനി സീസണിലാണ് ഇത് മെൽറ്റായി പോകുന്ന ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പോൾ റെയിനി സീസൺ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് കൈകൊണ്ടൊന്ന് ഇങ്ങനെ അടർത്തി നോക്കിയപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്തൊരു കത്രിക വെച്ചിട്ട് അതങ്ങ് റാൻഡം ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ആ ഷീറ്റ് അത്യാവശ്യം കട്ടി ഉണ്ടായതുകൊണ്ട് വെട്ടുമ്പോൾ കൈ വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷീറ്റിൽ നിന്ന് മുഴുവനായിട്ട് റിമൂവ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അങ്ങനെ ഷീറ്റിൽ നിന്ന് മുഴുവനായിട്ട് അടർത്തി മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് കഴിയുമ്പം അത് പൊടിഞ്ഞു പോകുമോ മെൽറ്റായി പോകുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഫോട്ടോ പ്രിൻറ്റിനെ കുറിച്ച് അന്വേഷിച്ചപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഷുഗർ വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോ പ്രിൻറ്റ് ഷുഗർ ടൈപ്പ് അങ്ങനെ എന്തോ ആണ്. പിന്നെ ഒന്ന് വേഫർ ഉണ്ട്. അപ്പോൾ ബിഗിനർ ആണെങ്കിൽ വേഫർ ടൈപ്പ് ഉള്ള ഫോട്ടോ പ്രിൻറ്റ് യൂസ് ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അതായത് റെഫർ ചെയ്തെടുത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഞങ്ങളുടെ ഏരിയയിൽ വേഫർ വെച്ചിട്ടുള്ള ഫോട്ടോ പ്രിൻറ്റ് അവൈലബിൾ അല്ല. ഈ ഒരു ടൈപ്പ് ഫോട്ടോ പ്രിൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ 200 രൂപക്കും ചില സ്ഥലങ്ങളിൽ 300 രൂപയ്ക്കാണ് ഇത് ചെയ്തെടുക്കാനായിട്ടുള്ള റേറ്റ്. അപ്പോൾ ഇത് കടയിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലൊരു സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതിയാവും. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ഹോം ബേക്കേഴ്സ് ഉണ്ട്, ഞാനും ഒരു ഹോം ബേക്കർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് തീർന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഈ ഷീറ്റിൽ നിന്ന് മുഴുവനായിട്ട് അങ്ങ് അടർത്തി മാറ്റാൻ പോവുകയാണ്. അതിനുശേഷം ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിന് സൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കടയിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ പറഞ്ഞാൽ മതി 1/2 kg കേക്ക് ആണ് അല്ലെങ്കിൽ 2 kgൻ്റെ കേക്കാണ്. നമുക്ക് എത്ര kgക്കാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുത്താൽ മതി, പറഞ്ഞാൽ മതി അവരോട്. അപ്പോൾ അവർ ഇതേപോലെ ചെയ്തുതരും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഷീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത്ര സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അത് ഞാൻ പറഞ്ഞ പോലെ ഇത് റെയിനി സീസൺ അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിലായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ബാക്കിയുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഫോണ്ടൻറ്റ് വെച്ചിട്ട് സ്റ്റാർസും അതുപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് പല പല ഷേപ്സ് ആക്കിയിട്ടില്ലേ, അതേപോലെ ഇതിന് സൈഡിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ ടെഡീസ് വെച്ച് കൊടുക്കാം. പിന്നെ ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. റോസറ്റ് ഫ്ലവർ വെച്ചിട്ട് ബോർഡറും കാര്യങ്ങളെല്ലാം വരച്ചിട്ട് ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് താഴെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്